ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു LD ക്ലർക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ 2007 മുതലുള്ള 23 വരെയുള്ള LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2007 രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തേത്. നോക്കാം. LD ക്ലർക്ക് 2007 കൊല്ലത്ത് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പം നോക്കാം. ശിലായുഗ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകൾ മധ്യപ്രദേശിലെ ഡേഷിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഭിംബേട്കയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. അപ്പം ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകൾ മധ്യപ്രദേശിലെ ഡേഷിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭിംബേട്കയാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തീരപ്രദേശം ഇല്ലാത്ത ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഛത്തീസ്ഗഡ്. കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രാമമാണ് കോളാവിപ്പാലം. എന്തിന് പേരുകേണ്ട സ്ഥലമാണ് കോളാവിപ്പാലം എന്നാണ്. കടലാമകളുടെ വിഹാര കേന്ദ്രമാണ് കോളാവിപ്പാലം. ഇനി മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ലോഗനാണ്. കേരളത്തിലെ ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹിപ്പാലസ് ആണ്. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ അപൂർവ ആവാസ കേന്ദ്രത്തിലൊന്നാണ് ഇരവികുളം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ അപൂർവ ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. ശ്രീ ശങ്കരാചാര്യ സ്ഥാപിച്ച മഠങ്ങളിൽ ഉൾപ്പെടാത്തത് കേദാരനാഥാണ്. അപ്പോൾ ശൃംഗേരി, പുരി, ബദരിനാഥ് എല്ലാം ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. പുരാതന കേരളത്തിലെ രത്നവ്യാപാരികളുടെ സംഘടനയായിരുന്നു മണിഗ്രാമം. പുരാതന കേരളത്തിലെ രത്നവ്യാപാരികളുടെ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിഗ്രാമമാണ്. ലോകസഭയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 75 വയസ്സാണ്. ലോകസഭയിൽ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് മഗധം. പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മഗധമാണ്. 2006 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് പൃഥ്വിരാജാണ്. 2006 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് പൃഥ്വിരാജ്. കാളിദാസ പുരസ്കാരം നൽകുന്നത് മധ്യപ്രദേശാണ്. ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയം ഏതെന്നാണ്? തങ്കയാണ്. ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയം തങ്കയാണ്. മുഗൾ ഭരണകർത്താക്കൾ നിർമ്മിച്ച ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രം പണി കഴിപ്പിച്ച രാജവംശം നായ്ക്കറാണ്. മധുര മീനാക്ഷി ക്ഷേത്രം പണി കഴിപ്പിച്ച രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ നായ്ക്കർ രാജവംശമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സെക്യൂരിറ്റി പ്രസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഡൽഹിയാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സെക്യൂരിറ്റി പ്രസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണം ഷഹനായിയാണ്. സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് ഷഹനായിയാണ്. വയലിനും വീണയും തമ്പലയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷഹനായിയാണ് സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4 സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബിൻ്റെ രാജധാനിയിൽ താമസിച്ചിരുന്ന വിദേശ സഞ്ചാരി അത് നിക്കോളോ മനുച്ചിയാണ്. ഔറംഗസീബിൻ്റെ രാജധാനിയിൽ താമസിച്ചിരുന്ന വിദേശ സഞ്ചാരി. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. ബഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ് ബഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി. 10 ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം ആരുടെ കൃതിയാണ്? KM റോയിയുടേതാണ്. KM റോയിയുടെ കൃതിയാണ് 10 ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്
ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. താർ എക്സ്പ്രസ് തീവണ്ടി ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ് ഓടുന്നത്? മുനമ്പ, ബാവോ, കൊക്രബാർ. ആഗാഖാൻ കൊട്ടാരം എവിടെയാണ്? പൂനെയിലാണ്. ആഗാഖാൻ കൊട്ടാരം പൂനെയിലാണ്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 639 മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം. അപ്പം ഈ 639 അല്ലേ, 9-ന്ന് 6 കുറച്ചാൽ 3 അല്ലേ, അപ്പം നടുവിൽ സംഖ്യ 3 കേട്ടോ. 639 പേശികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കും സംസ്ഥാന ഗവർണർമാർക്കുമാണ്. സംസ്ഥാന ഗവർണർമാർക്കും രാഷ്ട്രപതിക്കുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. വ്യാവസായിക മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. മാർജാര നൃത്തരോഗം കാണപ്പെട്ടത് ജപ്പാനിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ് അംബേദ്കർ കേട്ടോ. ഇനി പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ഈ ചുരം വഴിയാണ്, നാഥുല ചുരം വഴിയാണ് പുരാതന സിൽക്ക് പാത കടന്നു പോകുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം എന്നത് കുറിഞ്ഞിമലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കുറിഞ്ഞിമലയാണ്. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഘടകവർണ്ണങ്ങളാണ് ചുവപ്പും നീലയും. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഘടകവർണ്ണങ്ങൾ ചുവപ്പും നീലയുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കുറിഞ്ഞിമല. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഒടുവിലാണ് കുറിഞ്ഞിമലയാണ്. ഇനി ആഗോളതാപനം എന്ന മഹാവിപത്തിനെ ഇടയാക്കുന്ന വാതകം ഏതാണെന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പകർച്ചവ്യാധിയിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം. പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം കുഷ്ഠമാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. റാബി വിളകൾക്ക് ഒരു ഉദാഹരണം കടുകാണ്. റാബി വിളക്ക് ഉദാഹരണം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2007 ജേതാവ് സെറീന വില്യംസ് ആണ്. OV വിജയൻ്റെ കടൽത്തീരത്ത് എന്ന ചെറുകഥാ പ്രമേയം വധശിക്ഷയാണ്. സദ്ദാം ഹുസൈൻ്റെ മരണ വാറന്റിൽ ഒപ്പിട്ടത് റവൂഫ് അബ്ദുൽ റഹിമാനാണ്. സദ്ദാം ഹുസൈൻ്റെ മരണ വാറന്റിൽ ഒപ്പിട്ടത് റവൂഫ് അബ്ദുൾ റഹിമാനാണ്. മാട്ടുപ്പെട്ടിയിലെ ഇന്തോ സ്വിസ് പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പശു ഏത്? ബ്രൗൺ സ്വിസ് ആണ് മാട്ടുപ്പെട്ടിയിലെ ഇന്തോ സ്വിസ് പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പശു. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പിയാണ് ഹെർബർട്ട് ബേക്കറാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പിയാണ് ഹെർബർട്ട് ബേക്കറാണ്. സൂപ്പർ സ്റ്റാർ ലിബ്ര ഡേഷ് ആണ്. സൂപ്പർ സ്റ്റാർ ലിബ്ര എന്ന് പറയുന്നത് യാത്രാ കപ്പലാണ്. സൂപ്പർ സ്റ്റാർ ലിബ്ര എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. വായുമലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധി ഏതാണെന്ന് ചോദിച്ചാൽ അത് 50 ആണ്. വായുമലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധിയാണ് 50. ഭരണഘടനയുടെ ഡേഷ് വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് പറയുന്നത് 51AG ആണ്. ഭരണഘടനയുടെ ഡേഷ് വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണ് 51AG ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. മാരി ഡിസൈഡഡ് ടു ഡേഷ് ദ പോസ്റ്റ് ഇൻ ദ ഫേസ് ഓഫ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഹർ നോമിനേഷൻ. അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് ടേൺ ഡൗൺ ആണ്. 52 വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് റോങ്ലി സ്പെൽഡ്? കാലിഡോസ്കോപ്പ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്യാസ് ഈസ് ദ ഗ്യാസസ്
ആസ് വാട്ടർ ഈസ് ടു. അക്വസ് ആണ് ആൻസർ വന്നിട്ടുള്ളത്, അക്വസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബാനൽ ഈസ് ഹീഡി ആണ്. ബാനൽ, ഹീഡി. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഒബ്വിയസ്, ഒബ്വിയസ് ഈസ് ഹിഡൻ ആണ്. ഒബ്വിയസ്, ഹിഡൻ. ഇനി വൺ ഓഫ് ദ പെൻസിൽസ് ഡാഷ് ഫാളൻ ഓഫ്, ഹാസ് ഫാളൻ ഓഫ് ആണ്. വൺ ഓഫ് മൈ പെൻസിൽ ഹാസ് ഫാളൻ ഓഫ്. When the minister dash the function started. When the minister arrived the function started. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇഡിൽ ബ്രെയിൻ ഈസ് ദ ഡെവിൾസ് വർക്ക്ഷിപ്പ് അല്ലേ. ആൻ ഇഡിൽ ബ്രെയിൻ ഈസ് ദ ഡെവിൾസ് വർക്ക്ഷിപ്പ്. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഓഫൺ ലിസൺ ടു ഡാഷ് റേഡിയോ. അപ്പം ഐ ഓഫൺ ലിസൺ ടു ദ റേഡിയോ. ഐ ഓഫൺ ലിസൺ ടു ദ റേഡിയോ. ഇനി നിതിൻ വോണ്ട് ടു ബി ലേറ്റ് ഡേഷ് ആണ്. വിൽ ബി ആണ് ആൻസർ. നിതിൻ വോണ്ട് ബി ലേറ്റ്, വിൽ ഹി ആണ് കേട്ടോ. വിൽ ഹി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിതിൻ വോണ്ട് ബി ലേറ്റ്, വിൽ ഹി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വിഷ് ഐ ഡാഷ് ആലീസ് മൊബൈൽ നമ്പർ. അപ്പം ഐ വിഷ് ഐ ന്യൂ ആലീസ് മൊബൈൽ നമ്പർ. 62, മൈ ഹെൻ ഡാഷ് 7 eggs ഈച്ച് വീക്ക്. അപ്പം മൈ ഹെൻ ലേസ്, ലേസ് എന്നാണ് സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കുക. ലേസ് 7 eggs ഈച്ച് വീക്ക്. 63, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് ആൻ അവർ. 4 hour ആണ് കേട്ടോ. 4 an hour ആണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് 4 an hour. 64ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ഡാഷ് ദ പേഷ്യൻറ്റ് ഡെഡ്. ബട്ട് ആണ് അവിടെ വരേണ്ടത്. ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യൻറ്റ് ഡെഡ്. 65, ദ മീനിങ് ഓഫ് ടീനാസിറ്റി. ടീനാസിറ്റി ഈസ് ഫേംനെസ് ആണ്. ഫേംനെസ് ആണ്. ഫേംനെസ് ആണ് ടീനാസിറ്റി. ടീനാസിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഫേംനെസ് ആണ്. ഫേംനെസ്. ഇനി 66, പ്രൊപ്പോസ്ചറസ്. പ്രൊപ്പോസ്ചറസിൻ്റെ മീനിങ് എന്താണെന്ന്, ലോഫബിളി ഫൂളിഷ് ആണ്. ലോഫബിളി ഫൂളിഷ് ആണ്. ദിസ് ഈസ് ദ മാൻ ഡാഷ് ദ പെയിൻറ്റിങ്. അതിൻ്റെ ആൻസർ വരുന്നത് ഹൂ സ്റ്റോൾ ആണ്. ഹൂ സ്റ്റോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോം ഈസ് വെരി ക്ലവർ ഡാഷ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അറ്റ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നേ വരൂ. ഇനി ഐ പ്രിഫർ ഡൂയിങ് തിങ്സ് ടു ഡാഷ് ടെലിവിഷൻ എന്നാണ്. അപ്പോൾ ഐ പ്രിഫർ ഡൂയിങ് തിങ്സ് ടു ഡാഷ് ടെലിവിഷൻ വാച്ച്ഡ് എന്നാണ് അവിടെ ആൻസർ വരുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദെയർ ആർ ടു മെനി ഗേൾസ് ഡാഷ് ദ ബസ്. ദെയർ ആർ ടു മെനി ഗേൾസ് ഡാഷ് ദ ബസ്. ഓൺ ദ ബസ്സാണ്. ഓൺ ദ ബസ്. ഇനി 71, വെൾനിലാവ്. വെൾനിലാവ്, വെണ്ണിലാവ് എന്ന സന്ധിക്ക് ഉദാഹരണം ആദേശമാണ്. വെൾനിലാവ്, വെണ്ണിലാവ് എന്ന സന്ധിക്ക് ഉദാഹരണമാണ് ആദേശം. 72ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണം മാറിയെങ്കിലും സാധനങ്ങളുടെ വില കുറഞ്ഞില്ല എന്ന വാക്യത്തിലെ എങ്കിലും എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ്യോതകത്തെയാണ്. എങ്കിലും ദ്യോതകത്തെയാണ്. കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന വാക്യത്തിലെ ക്രിയാനാമം ഏതാണ്? നിയമനം ആണ്. ക്രിയാനാമം എന്ന് പറയുന്നത് നിയമനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്ന അർത്ഥത്തിൽ മലയാളത്തിലുള്ള ശൈലിക്ക് ഉദാഹരണം നക്ഷത്രമെണ്ണുക. നക്ഷത്രമെണ്ണുക. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലും സ്കൂളിൽ പഠിക്കാൻ പോകുന്നു എന്ന വാക്യത്തിൽ പഠിക്കാൻ എന്നത് ഏതു വിനയിച്ച രൂപത്തെ കുറിക്കുന്നു? പിൻവിനയിച്ചത്തെയാണ്. പഠിക്കാൻ പോകുന്നു. പഠിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുൻപിലാണല്ലോ, അപ്പോൾ പിൻവിനയിച്ചമാണ് കേട്ടോ. ഇനി 76, ഇബ്ലീസിൻ്റെ കൂടെ പോഹാതെട എന്ന പ്രയോഗത്തിൽ അടിവരയിട്ട പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത്? അറബിയിലാണ് കേട്ടോ. അറബിയാണ് ഇബ്ലീസ്. ഇനി 77, ഭർത്താക്കന്മാരുടെ സ്വർഗരാജ്യം നിങ്ങളുള്ളതാകുന്നു എന്ന വാക്യത്തിലെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരെന്താണെന്നാണ്? അത് വിക്ഷേപിണിയാണ്. വിക്ഷേപിണി. റീഡിംഗ് റിഫോംസ് കൾച്ചർ എന്ന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, വായനാ പരിഷ്കാരത്തെ മാറ്റിമറിക്കുന്നു. റീഡിംഗ് റിഫോംസ് കൾച്ചർ.
ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, ഓഫ് ആൾ ദ ഫ്ലവേഴ്സ് ഐ ലൈക്ക് റോസ് ബെസ്റ്റ്. ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ പൂക്കളിലും വെച്ച് റോസിനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. ഇനി 80, നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? ഇന്നിനേക്കാൾ വിലപ്പെട്ടതായിട്ട് ഒന്നുമില്ല. ഇനി അക്ഷരത്തിൽ വിട്ടുപോയത് കണ്ടെത്തുക. വി ആണ് വിട്ടുപോയിട്ടുള്ളത്. EHLOS, അതിൽ വി ആണ് വിട്ടുപോയിട്ടുള്ളത്. കായലിൽ ബോട്ട് പോലെ, സമുദ്രത്തിൽ കപ്പൽ. തെക്ക് നിന്നും വടക്കോട്ട് മലർന്ന് നീന്തുന്ന ഒരാളിൻ്റെ വലതു കൈ ഏത് ദിശയിൽ നേരെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും. തെക്ക് നിന്നും വടക്കോട്ട് മലർന്ന് നീന്തുന്ന ഒരാളുടെ വലതു കൈ ഏത് ദിക്കിന് നേരെയായിരിക്കും? പടിഞ്ഞാറ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന 4 പദങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട പദം ഏത് എന്നാണ്? കടം, കരം, ചരക്കുകൾ, ചിലവ്. മൂലധനവുമായിട്ടാണ് കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വായിച്ചിട്ട് വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം.